ഇനി ഏത് ടീമിൻ്റെ അടുത്താ പോവാളെ? നമുക്കേ ഇത്തിഹാദിൻ്റെ അടുത്ത് പോയാലോ? മൈക്ക് ഓക്കെ അല്ലേ? ടീം ഇത്തിഹാദിൻ്റെ ഓണർ ഉണ്ട് ഇവിടെ. നമുക്ക് ഓണറിൻ്റെ അടുത്തൊന്ന് പോയേക്കാം. എന്താണ് കളിൻ്റെ ഒക്കെ അവസ്ഥ? കളിച്ചിടത്തോളം നമ്മൾ നല്ല കളി കളിക്കുന്നുണ്ട്. ഡിഫൻസ് ആയാലും എല്ലാം നല്ല കളി കളിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്ലിയർ ചെയ്യുന്നിടത്താണ് കുറച്ച് ഉള്ള ഫിനിഷിങ്. അത് ഈ കളിയിൽ റെഡിയാക്കും. ജയിക്കുന്നതാണ് പ്രതീക്ഷ. കപ്പടിക്കും. പിന്നെ വേറെ ടീമല്ല, നമ്മൾ തന്നെ കപ്പടിക്കാൻ. ഹാഫിളായിട്ട് വന്നാണല്ലോ അല്ലേ? അതെ അതെ. എന്താണ് അക്കാഡമിയിലെ ഇപ്പൊ ഹിഫില് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹിഫിൽ എന്താ ചെയ്യാ, മുറാജ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ? അതൊക്കെ എങ്ങനെ പോകണപ്പോ? നല്ലോണം പോകുന്നുണ്ട്. ഉള്ള ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് മെന്റേഴ്സ് ആയാലും നല്ല രീതിക്ക് ഹിഫ് നടത്തുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ടൈം പോലെ മാക്സിമം യൂട്ടിലൈസ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമുണ്ട്. മറ്റുള്ളപ്പോ ഹിഫിലൊന്നും പഠിക്കാതെ വന്ന കുട്ടികളുണ്ട് ഇവിടെ. അവരെങ്ങനെയാണ് ശരിക്ക്? കുറെ പഠിക്കാണ്ടോ? എന്താണ് അതിന്റെ അവസ്ഥ? ഇല്ലല്ല, ഒരു മാസത്തിൽ അവർക്ക് പറ്റിയത് തന്നെ ഉള്ളൂ. കാരണം നമ്മളൊരു ഹിഫ്സ് കോളേജ് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം ഒരു ജ്യൂസ് ഒക്കെ തീർക്കേണ്ടി വരും തുടക്കത്തിലായാലും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുഖമാണ് അവർക്ക് പഠിക്കാൻ, സുഖമാണ്. നമുക്ക് ഹിഫിലിന്റെ സാറിനെ ഉണ്ട് ഇവിടെ. ഹിഫിൽ കൈകാര്യം ചെയ്യണ സാറ് നമ്മളുടെ ഇത്തിഹാദിന്റെ തന്നെയാണോ? ഇത്തിഹാദിന്റെ തന്നെ എന്താണ് മാനേജറാണ്. അപ്പൊ ഇപ്പൊ ഇഫുലിന്റെ ആദ്യം കളിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോളി. ഇഫുലിന്റെ ടീച്ചർ. അപ്പൊ ആ നിലയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഹിഫിൽ ഇവിടെ കൊണ്ടുപോകണം? കുട്ടികൾക്ക് ബാഡനാവും. ചില ആളുകൾക്ക് ഹിഫിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാ ഇപ്പൊ സയൻസിന്റെ ഇടയിൽ ഒരു സീരിയസ് പഠനത്തിന്റെ ഇടയിൽ ഒരു ഹിഫിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടാവും. അതെങ്ങനെ അതിന്റെ രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മള് ഇഫില് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് സുബൈ നമസ്കാരത്തിന് ശേഷം വളരെ കുറഞ്ഞ സമയമാണ്, കുട്ടികൾക്ക് പ്രയാസമാവാത്ത രീതിയിൽ ഒരു 20 മിനിറ്റ് അരമണിക്കൂറൊക്കെയാണ് നമ്മൾ ഇഫിൽ കൊടുക്കുന്നത്. അത് തന്നെ മാസത്തിൽ ഒരു കുറഞ്ഞ ഒരു ഭാഗം ഒരു ദിവസത്തിൽ ഒരു 5 ആയത്തൊക്കെ പഠിച്ച് കേൾപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കാത്ത കുട്ടികൾക്ക് ആഴ്ചയിൽ ചെറിയ ചെറിയ രീതിയിലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹാഫിളായ കുട്ടികൾക്കും നമ്മൾ വേറൊരു സിലബസാണ്, അവരുടെ റിപ്പീറ്റൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു സിലബസാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരിവിടുന്ന് പോകുമ്പോൾ 2 കൊല്ലം ഇവിടുന്ന് പോകുമ്പോഴത്തേനും അവർ പഠിച്ച പരമാവധി അവർക്ക് അവിടുന്ന് ഖുർആനൊക്കെ റിപ്പീറ്റ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ തീരെ അറിയാത്തൊരു കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സ്ഥിരമായിട്ട് അവര് ഓതാൻ അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ഓതി കൊടുക്കുകയും 1, 2, 3 ആയത്ത് അവർക്ക് കഴിയുന്ന രീതിയിൽ ഓതി കൊടുക്കുകയും അവരത് വളരെ ആവേശത്തോടുകൂടി അവര് ഇഫ്ലാക്കും. അവര് ഇങ്ങനെ 1, 2 ആയത്തൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ഓതി പഠിച്ച് അത് ഇഫ്ലാക്കി തന്നെ തരുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. കാരണം ഇത്രയും ചെറിയ ഒരു സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ, ചെറിയ ചെറിയ ആയത്തുകളായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാനും കഴിയും. സിലബസ് വരുന്നത് പഠിക്കാത്ത ഖുർആൻ അധികം അറിയാത്ത കുട്ടികൾക്ക് വരുന്നത് നബ മുതൽ അതിന്റെ അടിയിലേക്കാണ് വരുന്നത്. ഇഫ്ലുള്ള കുട്ടികൾക്ക് തബാറക്ക അതുപോലെ തന്നെ ബക്കറ ഒക്കെ ഉള്ള ഒരു സിലബസാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ കുട്ടീനെ കാറ്റഗറി അനുസരിച്ചാണ് നമ്മൾ ഇഫ്ലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ പ്രയാസമില്ല. അതുപോലെ അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള കളികളും നമ്മൾ ചെയ്യുന്നുണ്ട്.